ഞാൻ ചിന്തിച്ചത്. സ്നേഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് തന്നെയായി ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കരുത്. നിങ്ങൾ സ്നേഹിക്കുന്നവർ എത്ര പേരുണ്ട്? ഒന്നല്ലോ സ്നേഹിക്കുന്നവർ. ഭാര്യയും ഭർത്താവിനെയും മക്കളെയും ആളുകൾ സ്നേഹിക്കുന്ന കൂട്ടത്തിൽ പെടുന്നത്. അതുകൊണ്ട് സ്നേഹിക്കുന്നവർ ഒന്നല്ലോ അറിയാൻ വേണ്ടിയിട്ട് കുറച്ചു പേരെ സ്നേഹിക്കുന്നു, കുറച്ചു പേരെ സ്നേഹിക്കുന്നില്ല. മക്കളെ സ്നേഹിക്കാത്തവരായിട്ട് ഇത് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്. എന്നെ മാത്രം നോക്കിയിട്ട് നിങ്ങൾ എനിക്ക് ഉത്തരം തരണം. എന്നെ മാത്രം അടുത്തിരിക്കുന്ന എന്ത് വിചാരിക്കണമെന്നോ എന്താണ് മനസ്സിലൂടെ കണ്ടുപോകുമെന്നൊന്നും നിങ്ങൾ വിചാരിക്കുക. ഞാൻ ചോദിക്കുന്ന കാര്യത്തിന് ആത്മാർത്ഥമായിട്ടുള്ള ഉത്തരം മാത്രം നിങ്ങൾ എനിക്ക് തന്നാൽ മതി. നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടോ? അപ്പച്ചന്മാരുടെ ഉത്തരം സ്നേഹിക്കുന്നുണ്ടോ? സ്നേഹിക്കുന്നുണ്ടോ? മക്കളോടുള്ള ചോദ്യം, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടോ? കുറച്ചു പേരും കൂടെ ഉള്ളൂ അല്ലെ? മക്കൾ കുറച്ചുപേരെ പള്ളിയിൽ കയറാറുള്ളൂ. അവർ പ്രായമായി വരുന്നേ ഉള്ളൂ, പള്ളിയിൽ കയറുന്ന കാര്യമൊക്കെ മനസ്സിലാക്കി വരുന്നുള്ളൂ. അപ്പൊ എന്തായാലും എന്റെ അടുത്ത ചോദ്യം മക്കളോട്, ഈ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നെന്ന് വിചാരിക്കുക. എന്തൊരു അസുഖം വന്നു, നിങ്ങളുടെ ജീവൻ കൊടുക്കാതെ, നിങ്ങളുടെ ഹൃദയം കൊടുക്കാതെ ഇവർക്ക് ജീവിക്കാൻ പറ്റില്ല. ഈ മൊമെന്റില് അല്ലെങ്കിൽ അവർ മരിക്കും. നിങ്ങൾ നിങ്ങളുടെ ജീവിതം കൊടുത്ത ജീവൻ കൊടുത്താൽ മാത്രമേ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവർക്ക് തുടർന്ന് ജീവിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അവർ ജീവിക്കണമെങ്കിൽ നിങ്ങൾ ഇവിടെ മരിക്കണം. ഇങ്ങനെയൊരു അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ മക്കളിൽ നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ജീവൻ കൊടുക്കും? നിങ്ങൾ കൈവക്കുന്നുണ്ടോ? അല്ല, ആരും കൈവക്കാൻ പോകുന്നില്ല. വളരെ കുറച്ചുപേര് കൈവക്കുന്നു. നേരെ തിരിച്ച് മാതാപിതാക്കളോടുള്ള ചോദ്യം, ഇതേ അവസ്ഥ നിങ്ങളുടെ മക്കൾക്ക് ഇതുപോലത്തെ ഒരു അവസ്ഥ വരികയാണ്. നിങ്ങളുടെ ജീവൻ കൊടുക്കാതെ, നിങ്ങളുടെ ജീവിതം കൊടുക്കാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ മക്കളെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ജീവൻ കൊടുക്കും? കൈവക്കണം. അതിന് ഉത്തരം എനിക്കറിയാം, അതുകൊണ്ട് പറഞ്ഞത് കൈവക്കണം. ഇനി നിങ്ങൾ സ്വയം ചിന്തിക്കുക. ഈ ഒരു ചോദ്യം ഇപ്പൊ നിങ്ങളോട് വ്യക്തിപരമായിട്ട് ചോദിച്ചു. ഇനി സ്വയം ചിന്തിക്കുക, ഞാൻ ചോദിച്ച ഈ ചോദ്യത്തിന് ഏറ്റവും കൂടുതലായിട്ട് കൈകൾ വരുന്നത് ആരുടെ ഭാഗത്തുനിന്നായിരിക്കും? ആരുടെ ഭാഗത്തുനിന്നായിരിക്കും? മക്കളുടെ ആയിരിക്കും, മാതാപിതാക്കളുടെ ആയിരിക്കും? മാതാപിതാക്കളുടെ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കൈ പൊക്കട്ടെ. ഇതിന്റെ ഉത്തരം നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം. ഇതേ കാര്യം തന്നെയാണ് ഇവിടെ ക്രിസ്തു ചെയ്ത് കാണിച്ചു തന്നിട്ടുള്ളത്. പഴയ നിയമ വായനയിൽ നമ്മളെല്ലാം വായിച്ചു കേട്ടു, അതുകൊണ്ട് ലേഖനത്തിൽ നമ്മൾ വായിച്ചു കേട്ടു. നീതിമാന് വേണ്ടി മാസലിക്കോടെ പോലെയൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ ബലികഴിക്കുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ കഴിയുന്ന വലിയൊരു ക്രൈസ്തവ സമൂഹമായിട്ട് നമ്മൾ വളരുന്നത്. ഇവിടെ പലപ്പോഴും ഞാൻ ജീവൻ കഴിയുന്നത്, ഞാൻ മരിക്കുന്നത് എന്റെ സ്വന്തം തരുന്നവർക്ക് വേണ്ടി, എന്റെ അപ്പന് വേണ്ടി, എന്റെ അമ്മയ്ക്ക് വേണ്ടി, എന്റെ മക്കൾക്ക് വേണ്ടി, എന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി. പക്ഷെ ആരുമല്ലാത്ത, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല വാക്ക് പോലും ഞാൻ പറയേണ്ട യാതൊരു കാര്യമില്ലാത്ത ആർക്കോ വേണ്ടി മരിക്കുവാൻ നമ്മൾ എത്ര പേർക്ക് സാധിക്കണമെന്നുള്ള ഉത്തരവാണ് ഈ കുരിശിൽ കിടക്കുന്ന ക്രിസ്തു. നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണ് ഈ സ്നേഹം എന്ന് പറയുന്ന വികാരം, ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്രത്തോളം വളരണമെന്ന് ഈ ക്രിസ്തു കാണിച്ചുകൊണ്ട് ഈ കൽപ്പന പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. ഈ പീഠാനുഭവം കടന്നു പോകുമ്പോഴാണ് ക്രിസ്തു വന്ന് തന്നെ ഉപേക്ഷിച്ചു പോയ ആ ശിഷ്യന്മാരുടെ 3 വട്ടം ചോദിച്ച ഈ ചോദ്യത്തിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയേറെ വേദനകളിലൂടെ ക്രിസ്തു കടന്നുപോയി. ഞാൻ പോലും ഈ വേദന കടന്നുപോയെന്ന് മനസ്സിലാക്കിപ്പോഴാണ്. ചില ഇടങ്ങളിലൊക്കെ ഞാൻ കണ്ണടച്ചു നിന്നപ്പോ ഈ കർത്താവ് കടന്നുപോയി വേദന എത്രത്തോളം ഗാഠമായിരുന്നു എനിക്ക് ഞാൻ തിരിച്ചറിഞ്ഞപ്പോഴാണ്. ഇത്രയേറെ അവസ്ഥകളിലൂടെ ഈ കർത്താവ് കടന്നു പോവുകയും ഇത്രയേറെ ശിഷ്യന്മാരെ ചേർത്ത് പിടിക്കുകയും ചെയ്ത ഒരു കർത്താവ് താൻ മരിച്ച് 2 ദിവസം തന്നെ കാണാതായപ്പോഴേക്കും ഈ ശിഷ്യന്മാര് തങ്ങളെ എവിടെ നിന്നാണ് കർത്താവ് വിളിച്ചുകൊണ്ടുവന്നത് അവിടേക്ക് തിരിച്ചുപോയി മീൻ പിടിക്കാൻ. താൻ ഏറ്റവും അധികം ഈ തന്റെ രാജ്യത്തിന്റെ താത്പര്യം ഏൽപ്പിച്ച ഈ ശിമോൻ പത്രോസ് ഞാൻ മീൻ പിടിക്കാൻ പോകുകയെന്ന് പറഞ്ഞുകൊണ്ട് കൂടെയുള്ളവരെ കൂട്ടിച്ചേർത്തുകൊണ്ട് പോവുകയാണ് വീണ്ടും പഴയ വഴിയിലേക്ക്. അവിടെ ഈ കർത്താവ് നമ്മോട് ചോദിക്കുന്നത്
പത്രോസെ നീ ഇവരെക്കാൾ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ? 3 വട്ടം കർത്താവ് ചോദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, നമ്മൾ ചിന്തിക്കണം, ഒരു കർത്താവിന്റെ, ഒരു മനുഷ്യന്റെ ഏറ്റവും ദാരുണമായിട്ടുള്ള ഒരു അവസ്ഥ. നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി രാപ്പകൽ അധ്വാനിച്ച് അവർക്ക് വേണ്ടി ജീവിച്ചിട്ട് എന്റെ പൊന്നും മകനെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോടാ എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥയുണ്ടോ? അത് എളുപ്പമല്ലത്. സ്വന്തം ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞിട്ട് നോക്കണം. നമ്മുടെ ജീവിത പങ്കാളിയുടെ, നമ്മുടെ അപ്പന്റെ, അമ്മയുടെ, സഹോദരങ്ങളുടെ, മക്കളുടെ അധ്വാനം നമ്മൾ കാണാതെ പോകുന്നുണ്ടെങ്കിൽ ഈ ചോദ്യം കർത്താവ് നമ്മളോട് ചോദിക്കുന്നുണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നീ ഇവരെ സ്നേഹിക്കുന്നുണ്ടോ? ഈ ചോദ്യത്തിന് നമ്മൾ ഉത്തരം കണ്ടെത്തിയേ പറ്റൂ. കാരണം ഈ ചോദ്യം ചോദിച്ചിട്ട് നമ്മുടെ കർത്താവ് പുരുഷൻ മരിച്ചത് ആർക്കോ വേണ്ടി, ഒരു ബന്ധവുമില്ലാത്ത, യാതൊരു രീതിയിലും ഒരു നല്ലൊരു വാക്കുപോലും ഒരു പക്ഷേ ജനത്തോട് പറയാനാകാത്ത ഏറ്റവും വലിയൊരു ജനം. എന്തിനാ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത്? എന്തിനാ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത്? എന്തിനാ കർത്താവ് ഈ ബലിവേദിയിൽ എഴുന്നള്ളി വരുന്നത്? ഒരു പാപിയായ, ബലഹീനനായ ഒരു പുരോഹിതൻ ഇതെന്റെ ശരീരമാണ് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുമെന്നും ഇതിന്റെ രക്തമാണ് നിങ്ങൾ വാങ്ങി കുടിക്കുമെന്ന് പറയുമ്പോൾ എന്തിനാണ് ഈ കർത്താവ് ഈ രക്തമായി ശരീരമായിട്ട് ഈ ബലിവേദിയിലേക്ക് എഴുന്നള്ളി വരുന്നത്? എന്തിനാണ് മുറിയപ്പെടാൻ നിൽക്കുന്നത്? വീണ്ടും വീണ്ടും നമ്മൾ ഈ കർത്താവിനെ സ്വീകരിച്ച് ഈ ദേവാലയത്തിന് പുറത്തേക്ക് പോകുമ്പോ ഈ കർത്താവിന് അറിയാം, ഈ പോകുന്ന പോക്കിൽ ഇവരെന്നെ തള്ളി പറയുന്നതും ഒറ്റുകൊടുക്കുമെന്നും ഇവരുടെ മാറ്റി നിർത്തുമെന്നും. എന്നിട്ടും ഈ ദൈവം നമ്മുടെ ഉള്ളിലേക്ക് എഴുന്നള്ളി വരുന്നു. എന്നിട്ടും ഈ ദൈവം ഈ ബലിവേദിയിലേക്ക് എഴുന്നള്ളി വരുന്നു. പക്ഷെ ഇത് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ ദൈവത്തെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ വിശ്വാസത്തിൽ അടിയുറച്ച് വളരുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ സ്വയം ചോദിക്കേണ്ട ചോദ്യം ഇത്രയേ ഉള്ളൂ. ഞാൻ എത്രത്തോളം ഈ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്? ഞാൻ എത്രത്തോളം പീഠാനുഭവ ചരിത്രത്തോട് ഞാൻ എത്രത്തോളം മുന്നോട്ട് പോകുന്നുണ്ട്? ഒരു കാലഘട്ടം വരെയും ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഈ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചതാണ്, അല്ലെ? കർത്താവ് ആർക്ക് വേണ്ടി മരിച്ചത്? ആർക്ക് വേണ്ടി മരിച്ചത്? നമുക്ക് വേണ്ടി മരിച്ചത്, അല്ലെ? നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചത്. ഞാൻ ചോദിക്കട്ടെ, ഈ കർത്താവ് നമുക്ക് വേണ്ടിയാണോ മരിച്ചത്, അതോ ഈ കർത്താവ് നമ്മൾ കാരണമാണ് മരിച്ചത്? ഈ ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. ഈ കർത്താവ് നമുക്ക് വേണ്ടിയാണോ മരിച്ചത്, അതോ ഈ കർത്താവ് നമ്മൾ കാരണമാണോ മരിച്ചത്? നമ്മൾ കാരണം മരിച്ച ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ കാരണം മരിച്ചത്. അത് ഒരുപക്ഷെ ഈ കർത്താവിന് വേണമെങ്കിൽ എത്രയോ മനോഹരമായിട്ട് ഈ ലോകത്തിന്റെ പാപങ്ങൾ ക്ഷമിക്കാമായിരുന്നു. ഒറ്റ വാക്കുകൊണ്ട് ഈ ലോകത്തെ സൃഷ്ടിച്ച ഈ കർത്താവിന് ഒറ്റ വാക്കുകൊണ്ട് തന്നെ ഈ ലോകത്തെ രക്ഷിക്കാമായിരുന്നു. പക്ഷെ കർത്താവ് സ്വീകരിച്ചത് കുരിശിന്റെ മാർഗമാണ്. ആ കാലഘട്ടം വരെയും നാണക്കേടിന്റെ പര്യായമായിരുന്നു കുരിശിന്റെ മാർഗം. ഈ നാണക്കേട് സഹിച്ച് ഈ കർത്താവ് മരിച്ചത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ടാണ്, നമുക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മൾ ഈ കർത്താവിനെ മനസ്സിലാക്കേണ്ടത്. ഈ യഹൂദ ജനത്തിന് ഈ കർത്താവിനെ ക്രൂശ് മരണം വളരെ വ്യക്തമായിട്ട് ഇവർക്ക് അറിയാം, ഇവർക്കിത് മനസ്സിലാകും. കാരണം നമ്മൾ വായിച്ച രണ്ടാമത്തെ പഴയ നിയമത്തിന്റെ 2-ാമത്തെ ഭാഗം യേശയ്യാ പ്രവാചക പുസ്തകത്തിൽ നിന്ന് സഹനത്തിന്റെ ദാസനെ കുറിച്ച് യേശയ്യാ പ്രവാചകൻ വളരെ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. തന്റേതല്ലാത്ത പാപങ്ങൾക്ക് വേണ്ടി മരിക്കുന്ന ഒരു സഹനദാസൻ, ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി, താൻ അറിയാത്ത ആരുടെയൊക്കെയോ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുന്ന ഒരു സഹനദാസനെ കുറിച്ചാണ് അവിടെ യേശയ്യാ പ്രവാചകൻ പറഞ്ഞു വെക്കുന്നത്. ഈ സഹനദാസനെയാണ് ഈ യഹൂദ ജനം ഈ ക്രിസ്തുവിനെ എപ്പോഴും ദർശിക്കുക. ക്രൂശിലേറി ഇവർ മരിക്കുമ്പോ തങ്ങൾക്ക് വേണ്ടിയാണല്ലോ മരിച്ചെന്നുള്ള ബോധ്യം ഈ ശതാധിപനും ഈ ജനക്കൂട്ടത്തിൽ വരുന്ന ആ സമയത്താണ്. അതുകൊണ്ട് ഈ ശതാധിപനോട് ഏറ്റുപറഞ്ഞത് ഇവൻ സത്യമായും നീതിമാനായിരുന്നു. ഇവൻ സത്യമായും നീതിമാനായിരുന്നു. ഈ ബോധ്യത്തിലേക്ക് എനിക്കും നിങ്ങൾക്കും വേണ്ടി മരിച്ച ഈ കർത്താവ് സത്യമായി നീതിമാനായിരുന്നു, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് മരിച്ചെന്നുള്ള ബോധ്യം അത് എത്രത്തോളം മനോഹരമായി നമുക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുമോ അവിടെയാണ് പ്രിയമുള്ളവരെ ഈ ദുഃഖബലി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാവുക. അവിടെയാണ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി മരിച്ച ഈ കർത്താവ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാവുക. അതല്ല എങ്കിൽ തീർച്ചയായും ഈ സഹനദാസൻ ആർക്കൊക്കെയോ വേണ്ടി മരിച്ച
ഒരു സഹദാസനാവും ഞാനും നീയുമായി യാതൊരു ബന്ധവുമുണ്ടാവില്ല. രണ്ടാമത്തേത് നമുക്കറിയാം, ഇന്നലത്തെ ദിവസത്തിന്റെ പ്രത്യേകത പെസഹായായിരുന്നു. ഒരു പക്ഷെ ഇവിടെ എല്ലാവരും വീടുകളിൽ പെസഹ നമ്മൾ ആചരിച്ചിട്ടുണ്ടാവും. ഈ പെസഹായുടെ പുതിയ നിയമത്തിന്റെ പൂർത്തീകരണമാണ് ക്രിസ്തുവിന്റെ മരണമെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞു വെക്കുകയുണ്ട്. എന്തുകൊണ്ടാണ് പറഞ്ഞത്? ഇന്ന് നമ്മൾ പഴയ നിയമത്തിന്റെ ആദ്യ വായനയിൽ വളരെ വ്യക്തമായി നമ്മൾ വായിച്ചു വരുന്ന കാര്യമുണ്ട്. അബ്രാഹാം തന്റെ മകനായ ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ പോകുന്നു. ബലിയർപ്പിക്കാൻ പോയി ബലിപീഠമെല്ലാം ഒരുക്കി ഇസഹാക്കിനെ പിടിച്ചിട്ട് മുകളിൽ കിടത്തി കത്തിയെടുത്ത് ഇവരെ കുത്താൻ പോകുമ്പോഴാണ് മാലാഖ പറയുന്നത് വേണ്ട. എന്നിട്ട് ആരെയാ പകരം ബലിയർപ്പിച്ചത്? മുൾച്ചെടിയിൽ കുടുങ്ങിക്കിടന്ന ഒരു മുക്കാടി. വളരെ വ്യക്തമായിട്ടുള്ള കർത്താവിന്റെ അരുളപ്പാടാണ്. ഊനമറ്റതും കുറ്റമറ്റതുമായിട്ടുള്ള ആടിനെ വേണം, അല്ലെങ്കിൽ ചങ്ങാതിയെ വേണം, പ്രാവിനെ വേണം, നിങ്ങൾ ബലിയർപ്പിക്കും. പാപപരിഹാരത്തിനുള്ള ബലിയാണ്. പാപപരിഹാരത്തിനുള്ള ബലി. ഈ ബലി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഈ ലോകം സൃഷ്ടിച്ച, ആദ്യ മാതാപിതാക്കളെ സൃഷ്ടിച്ച അന്ന് തുടങ്ങിയ ബലിയാണ് ഈ പാപപരിഹാരത്തിന്റെ ബലി. ഒരുപക്ഷെ നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ഈ ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്ത് അകന്നു പോകുമ്പോ വീണ്ടും ഈ ദൈവം ഇവരെ ചേർത്ത് പിടിക്കൊണ്ട് വരുന്നുണ്ട് ഈ തോട്ടത്തിലേക്ക്. ദൈവം ഇവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എവിടെയാണ്? ആദം നീ എവിടെയാണ്? ഹവ്വ നീ എവിടെയാണ്? ഇവർ പരസ്പരം കുറ്റം ആരോപിക്കുക. നീ എനിക്ക് തന്ന ഹവ്വ മൂലം ഞാൻ പാപം ചെയ്തു, സഹോദരൻ വഞ്ചിച്ചു ഞാൻ പാപം ചെയ്തു. ദൈവം ഇവർക്ക് ശിക്ഷ നൽകിയിട്ട് എന്താ ചെയ്യുന്നത്? തോലുകൊണ്ട് ഒരു ഉടയാട ഉണ്ടാക്കി ഇവരെ ധരിപ്പിച്ചു എന്നാണ് വചനം പറഞ്ഞിരിക്കുക. അല്ലെ, തോലുകൊണ്ട് ഒരു ഉടയാട ഉണ്ടാക്കി ഇവരെ ധരിപ്പിച്ചു. തോല് ആർക്കാ ഉള്ളത്? മൃഗങ്ങൾക്കാ ഉള്ളത്. അവിടെ കർത്താവ് ഇവർക്ക് വേണ്ടി ബലിയർപ്പിക്കുക. ഈ ആദ്യ മാതാപിതാക്കൾക്ക് വേണ്ടി, ഈ ആദത്തിനും ഹവ്വയ്ക്കും വേണ്ടി, ഇവർ ചെയ്ത പാപ പരിഹാരത്തിന് വേണ്ടി കർത്താവ് ബലിയർപ്പിച്ച് ആ ബലിമൃഗത്തിന്റെ തോലുകൊണ്ട് ഉടയാട ഉണ്ടാക്കിയാണ് കർത്താവ് ഇവരെ ധരിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എപ്പോഴൊക്കെ ഞാനും നിങ്ങളും പാപം ചെയ്ത് ഈ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നുണ്ടോ, ആ ഓരോ നിമിഷവും ഈ ദൈവം ബലിയായി മാറുന്നുണ്ട്. ഈ ദൈവം നമുക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെടുന്നുണ്ട്. ഈ ദൈവം നമുക്ക് വേണ്ടി കൊല്ലപ്പെടുന്നുണ്ട്. പക്ഷെ ഈ ഒരു യാഥാർത്ഥ്യം പലപ്പോഴും നമുക്ക് മനസ്സിലാകാതെ പോകുന്നതാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ പ്രശ്നം. പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ പോവുകയാണ്. എനിക്ക് വേണ്ടി ബലിയായിത്തീരുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം. ഇവിടെയാണ് ക്രിസ്തു നമ്മളോട് പറയുന്നത്, കുരിശുമെടുത്ത് തന്റെ പിന്നാലെ വരാൻ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന ചോദ്യം, എന്തുകൊണ്ട് കർത്താവേ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ? ഞാൻ എല്ലായ്പ്പോഴും പറയാറുണ്ട്, ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ള കാര്യമാണ്, ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ, എന്ന് പ്രതിബന്ധങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, രണ്ടറ്റം നമ്മൾ കൂട്ടിമുട്ടിക്കാനായിട്ട് നമുക്ക് സാധിക്കാതെ വരുമ്പോൾ, നമ്മളപ്പം ചോദിക്കും, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഈ വേദനകളോട് ഞാൻ കടന്നു പോകുന്നത്? എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ കടന്നു പോകേണ്ട ഒരു അവസ്ഥ വരുന്നത്? ഇവിടെ കർത്താവ് ചോദിച്ച ചോദ്യം ഇത് തന്നെയാണ്. എന്റെ ദൈവം എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? ദൈവപുത്രനല്ലേ ഞാൻ? ഈ ജനത്തെ രക്ഷിക്കുവാനായി നിന്റെ വാക്ക് കേട്ട് ഈ ഭൂമിയിലേക്ക് വന്ന് അവതാരം ചെയ്ത് ഇവർക്ക് വേണ്ടി പാടുപീഠങ്ങളിലൂടെ കടന്നു പോകുന്നവനല്ലേ ഞാൻ? എന്ത് ഇത്രയേറെ വേദനകളിലൂടെ നീ എന്നെ കടത്തിവിടുന്നത്? അസ്ഥി തൊടുമാറുള്ള വേദനകളോട് എന്തുകൊണ്ടാണ് നീ എന്നെ കടത്തിവിടുന്നത്? നിനക്ക് നിന്റെ ഒറ്റ വാക്കുകൊണ്ട് എന്തുകൊണ്ടാണ് നീ ജനത്തെ രക്ഷിക്കാത്തത്? ഇതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം പിതാവിൽ നിന്ന് അകറ്റി മാറ്റണമേ. ഈ ചോദ്യത്തിന് പലപ്പോഴും നമുക്ക് ഉത്തരം ലഭിക്കില്ല. ഞാൻ സെമിനാരിയിൽ വന്ന ആദ്യത്തെ വർഷമാണ് എൻ്റെ പപ്പ മരിക്കുന്നത്. ആദ്യത്തെ വർഷം സെമിനാരിയിൽ വന്ന് 2008 മെയ് മാസമാണ് എൻ്റെ പപ്പ മരിക്കുന്നത്. മഞ്ഞപ്പിത്തമായിരുന്നു. ആദ്യം അറിയാൻ പറ്റിയില്ല, ആശുപത്രികളൊക്കെ പോയി. അവസാനം മെയ് 24-ാം തീയതി പപ്പ മരിച്ചു. വീണ്ടും തുടർന്ന് എൻ്റെ സെമിനാരി പഠനവുമായി ബന്ധപ്പെട്ട് ഞാൻ വീണ്ടും സെമിനാരിയിൽ വന്നു. ഒത്തിരിയേറെ പ്രശ്നങ്ങൾ അതിനിടയിലുണ്ടായി. കാരണം കുറച്ച് കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ കടങ്ങൾ വീട്ടാണ്ട് എന്നോട് സെമിനാരിൽ പോകണ്ട എന്ന് പറഞ്ഞു. ഞാൻ സെമിനാരിലേക്ക് വന്നതുകൊണ്ട്, സെമിനാരിലേക്ക് വന്നതുകൊണ്ട് എൻ്റെ മമ്മിയെയും എൻ്റെ അനുജനെയും എൻ്റെ പപ്പയുടെ വീട്ടുകാർ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അങ്ങനെ വീണ്ടും അവർ അവരുടെ വീട്ടിലേക്ക് എത്തി. അങ്ങനെ വീണ്ടും ഞാൻ തുടർന്ന് പോയി. ഞങ്ങൾക്ക് റീജൻസി എന്ന് പറയുന്നൊരു വർഷമുണ്ട്. എന്ന് വെച്ചാൽ
നമ്മുടെ ഫിലോസഫി 3 വർഷത്തെ ഫിലോസഫി പഠനത്തിന് ശേഷവും തിയോളജി പഠിക്കാൻ പോകുന്നതിന് മുമ്പുള്ള ഒരു വർഷം. ആ ഒരു വർഷം സാധാരണ രീതിയിൽ ഞങ്ങളുടെ സെമിനാറുകളിലാണ് സേവനം ചെയ്യാറ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷെ ഞാനത് പ്രത്യേകമായിട്ട് ചോദിച്ചു വാങ്ങിയ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് തന്നെ ഒരു അനാഥാലയമുണ്ട് നമ്മുടെ തെലങ്കാനയിൽ. ഞാൻ അവിടെ ആയിരുന്നു ഒരു 6 മാസക്കാലം എന്ന് വെച്ചാൽ ഞാൻ 1 വർഷത്തേക്ക് വേണ്ടി പോയത്. 6 മാസമായപ്പോഴാണ് എനിക്ക് സെമിനാരി വീട്ടിൽ നിന്ന് എനിക്ക് മമ്മിയുടെ വിളി വന്നത്. മമ്മിക്ക് ഇങ്ങനെ വയറുവേദനയൊക്കെ ആയിട്ട് വീട്ടിൽ ഇരിക്കണം. അപ്പം അനിയൻ ഈറോഡ് പഠിക്കാനായിട്ട് ഈറോഡ് പോയിരിക്കുന്നു. വീട്ടിൽ മമ്മി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മമ്മിക്കൊരു പ്രത്യേക സ്വഭാവമാണ്, വേദനകൾ ഉണ്ടെങ്കിൽ ആരോടും അങ്ങനെ തുറന്നു പറയില്ല. എന്തോ ഒരു വേദന വളരെ സഹിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ ഈ വേദന സഹിച്ച് ഏറ്റവും അവസാനം മമ്മിക്ക് ജോലിക്ക് പോകുന്നതായി. മമ്മി 2 വീടുകളിലാണ് ജോലിക്ക് പോകുന്നത്, ഒരു പട്ടരുടെ വീട്ടിലും പിന്നെ ഒരു മുസ്ലിം കുടുംബത്തിലും. അപ്പൊ അങ്ങനെ അവിടെ പോയിക്കൊണ്ടിരുന്ന ആ വീട്ടിൽ നിന്ന് കൊടുത്തുകൊണ്ടിരുന്ന കാശ് വെച്ചാണ് എന്നെയും എന്റെ അനുജനെയും മമ്മി പഠിപ്പിച്ചത്. ഞങ്ങളൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ മുസ്ലിം വീട്ടിൽ നിന്ന് ഫാത്തിമ ആ ഇത്ത ഞാനൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബിരിയാണി കൈ കൊടുത്തോളൂ മമ്മിയുടെ കയ്യിൽ. ഇത് അവന് കൊടുത്തേക്കാൻ പറഞ്ഞുകൊണ്ട് ബിരിയാണി കൈ കൊടുത്തോളൂ. അപ്പൊ ഇങ്ങനെയുള്ള ഭക്ഷണം കഴിച്ചിട്ട് ഞാനൊക്കെ ഇന്ന് ഇവിടെ വരെ എത്തിയത്. ഈ മറ്റുള്ള വീടുകളിൽ എൻ്റെ അമ്മയൊക്കെ അവിടെ പോകുന്നുണ്ട്. അങ്ങനെയാണ്, അതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഭക്ഷണത്തിന്റെ അനുസരിച്ച്. അപ്പൊ അങ്ങനെ മമ്മിക്ക് ഇങ്ങനെ ക്യാൻസർ ആണെന്ന് അറിഞ്ഞിട്ട് ഞാൻ ചെന്നതിന് ശേഷമാണ് അനുജന്റെ പഠനം കഴിഞ്ഞു. അവൻ വീട്ടിൽ വന്ന് ഞാൻ പറഞ്ഞു ഈ ജോലിക്ക് പോക്കോ, കാരണം വീട്ടിൽ ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും വേണമല്ലോ കാര്യങ്ങൾ മുന്നോട്ടേക്ക്. അങ്ങനെ അവർക്ക് അതേ ജോലിക്ക് പോയി 6 മാസം ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു. എന്താണ് ബന്ധങ്ങളെന്നും എന്തൊക്കെയാണ് ബന്ധങ്ങളുടെ മാനദണ്ഡമെന്നും പണം എന്ന് പറയുന്ന ബന്ധങ്ങൾ എത്രയേറെ മൂല്യമുണ്ടെന്നും ഞാൻ തിരിച്ചറിഞ്ഞ ഒരു 6 മാസക്കാലമായിരുന്നു എൻ്റെ മമ്മിയോട് കൂടെ ജീവിച്ച ഒരു 6 മാസക്കാലം. മമ്മിയുടെ ആശുപത്രി ആവശ്യങ്ങൾക്ക് വേണ്ടി ഒത്തിരിയേറെ ഓടേണ്ടി വന്നൊരു കാലഘട്ടമായിരുന്നു. നിങ്ങൾ ഭിക്ഷ എടുത്ത് ജീവിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഭിക്ഷ എടുത്ത് ഭക്ഷണം കഴിച്ചിട്ടുള്ളവരാരെങ്കിലും ഇനി ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ കൈവക്കില്ല. ചിലപ്പോൾ ഈ ഭിക്ഷ എടുത്ത് ചിലപ്പോൾ ആരെങ്കിലും മുമ്പിൽ കൈ നീട്ടിയിട്ട് അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഈ കൈ നീട്ടിയ വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഭിക്ഷ വാങ്ങിയിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കൈ നീട്ടിയിട്ട് ആ കൈ നീട്ടിയ വ്യക്തിയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി ഭക്ഷണം കഴിക്കേണ്ട അവസ്ഥ വന്നിട്ടുള്ളവരാരെങ്കിലും നിങ്ങളുടെ കയ്യിൽ? അതൊരു പക്ഷെ ഞാനുണ്ട്. അതൊക്കെ നമ്മൾ തിരിച്ചറിയണം. ദൈവം നമ്മളെ വഴി നടത്തുന്ന ഓരോ സാഹചര്യങ്ങൾ എപ്രകാരമാണ് നമ്മൾ തിരിച്ചറിയണം. ഇതുകൊണ്ടാണ് ഞാൻ നമ്മുടെ പിള്ളേർക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പലപ്പോഴും അവരോട് ചിലപ്പോഴെങ്കിലും അവരെ ശകാരിക്കുന്നതും വഴക്ക് പറയുന്നതുകൊണ്ട് ചെറിയ ചെറിയ വേദനകൾ വരുമ്പോൾ ദൈവം ചെയ്ത് നിങ്ങൾ ആരും നിരാശപ്പെട്ടു പോകരുത്. എനിക്കാണ് ഇത്രയും വലിയ വേദന ആണെന്ന് നമ്മൾ വിചാരിക്കരുത്. അതിനേക്കാൾ വലിയ വേദന കടന്നു പോയത് ചിലപ്പോൾ തൊട്ടപ്പുറത്തുണ്ടാവും. നമുക്കറിയാം ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ചെയ്യുന്ന കാര്യം നമ്മുടെ ടെസ്റ്റ് കീമോ ചെയ്യാൻ പോകും. ഇപ്പൊ കീമോ ചെയ്യുന്നതിന് തലേ ദിവസം കഴിയേണ്ട ഒരു മരുന്നുണ്ട്. ഒരു 8 വർഷം മുൻപ് അതിനൊരു 12,500 രൂപ കൊടുക്കണം. അന്നൊന്നും കൊടുക്കേണ്ട ഒന്നുമില്ല, കാരണം തരാനുള്ളവരെല്ലാവരും തന്നു. പപ്പയ്ക്ക് 5 പെൺമാരുണ്ട്, ഇവരെയൊക്കെ ഫോൺ വിളിച്ച് ഫോൺ എടുക്കില്ല, കാരണം കാശ് ചോദിക്കുമ്പോൾ പേടിയോട് എന്നെയും വിളിക്കാറില്ല. എന്നെ വിളിക്കില്ല. എവിടെയെങ്കിലും വെച്ച് ബൈ ചാൻസ് കണ്ടു കഴിഞ്ഞാൽ പറയും നിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണോ, നിന്നെ വിളിച്ച ഫോൺ എടുക്കില്ല എന്നൊക്കെ പറയും. ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കുകയില്ല, കണ്ടു കഴിഞ്ഞാൽ വഴിയെന്ന് മാറി പോവുകയും ചെയ്യും. എന്റെ മമ്മിയുടെ കൂടെ നിൽക്കാനായിട്ട് ഒരു ദിവസം ആന്റി വിളിച്ചപ്പോൾ ആന്റി പറഞ്ഞത് എനിക്ക് തൊഴിലുറപ്പിന് പോകണം, അല്ലെങ്കിൽ നീ അതിന്റെ കാശ് തരണം. അതിന് 250 രൂപ ഒരു ദിവസത്തെ കൂലിയും രാവിലെ വൈകിട്ട് ചായ കുടിക്കാനുള്ള കാശും വണ്ടിക്കാശ് ഉച്ചയ്ക്ക് ചോറും വാങ്ങി കൊടുക്കുന്ന നിബന്ധന വെച്ചപ്പോഴാണ് എന്റെ ആന്റി എന്റെ മമ്മിയെ നോക്കാൻ ഒരു ദിവസം എറണാകുളം ജനറൽ ആശുപത്രിയിൽ വന്നത്. ബാക്കിയുള്ള എല്ലാ ദിവസവും എറണാകുളം ജനറൽ ആശുപത്രിയിലെ ക്യാൻസർ വാർഡില് 20 സ്ത്രീകൾ കിടക്കാനുള്ള വാർഡില് 39 സ്ത്രീകളും ഞാനുമായിരുന്ന വാർഡിലുണ്ടായിരുന്നു. അവിടുത്തെ ക്യാൻറ്റീൻകാരനായ തോമസ് ഏട്ടൻ തന്ന ചായയും വടയുമാണ് ആ ദിവസങ്ങളിലൊക്കെ എന്നെ പിടിച്ചു നിർത്തിയത്. കാശ് വാങ്ങാറില്ല. മമ്മിക്കുള്ള ചോറ് ഞാൻ വാങ്ങും, അവരുടെ കാശ് ഉണ്ടാവാറുള്ളൂ. ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് കാണുമ്പോൾ ഈ ചേട്ടൻ ചോദിച്ചു എന്തുകൊണ്ടാണ്. ഞാൻ കാര്യം പറഞ്ഞു. പിന്നീട് എല്ലാ ദിവസവും ഈ ചേട്ടൻ എനിക്കുള്ള ഭക്ഷണം ആ ചേട്ടൻ മാറ്റിവെക്കും. അങ്ങനെയൊക്കെ കഴിഞ്ഞു പോയൊരു കാലഘട്ടമുണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം ഈ കീമോ ചെയ്യാനായിട്ട് മരുന്ന് വാങ്ങാനായിട്ട് കാശില്ലാതെ വന്നപ്പോൾ ഒരു ദിവസം ഞാൻ ഈ മരുന്ന് വാങ്ങാൻ വേണ്ടി എവിടെന്നെങ്കിലും കാശ് ഒപ്പിക്കാൻ പറ്റുന്നതിന് വേണ്ടി ഞാൻ പുറത്തിറങ്ങി. രാവിലെ ഇറങ്ങി 1 രൂപ പോലും എന്റെ പേഴ്സിലില്ല, 1 രൂപ പോലും. ഞാനത് പുറത്തിറങ്ങിയിട്ട് കറങ്ങി അടിച്ചിട്ട് 5:30-6 മണിയായപ്പോൾ ഞാൻ എത്തിയത്. നിങ്ങൾ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടുണ്ടെങ്കിൽ അറിയാം, അതിന്റെ തൊട്ടടുത്ത് തന്നെ CMI കാരുടെ ഒരു കൊവേന്ത പള്ളി ഉണ്ട്, ഈ റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്ത്.
ഫിലോസഫി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സമയം ചെന്നിരുന്നതോടെ പള്ളിയാണ്. അങ്ങനെ വീണ്ടും ഞാൻ അവിടെ എത്തി. ഏറ്റവും പിറകിൽ ഞാൻ പോയിരുന്നു. ഏറ്റവും പിറകിൽ ഞാൻ പോയിരുന്നു. എന്ത് ചെയ്യണമെന്നറിയില്ല. കാരണം നാളെ കീമോയ്ക്ക് കൊണ്ടുപോകണമെങ്കിൽ ഒരല്പമെങ്കിലും കാശ് കിട്ടി മരുന്ന് മേടിച്ച് രാത്രി കഴിച്ചാൽ മാത്രമേ മമ്മിയെ കൊണ്ട് കീമോയ്ക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാരണം അല്ലെങ്കിൽ കീമോ ചെയ്ത് കഴിഞ്ഞാൽ ഛർദിയോ എന്തെങ്കിലും ഇത് ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടോ. അങ്ങനെ അവിടെ ഇരുന്നു. ജോലി കഴിഞ്ഞ് വരുന്ന സമയമായതുകൊണ്ട് ഒത്തിരി ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ജോലി കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ചു പോകുന്ന ഒത്തിരി പേരുണ്ട്. അപ്പൊ ഏറ്റവും ഫ്രണ്ടിലത്തെ ഡോറ് മാത്രം ഇതുപോലെ ഈ ഡോറ് മാത്രം തുറന്നിട്ടുള്ളൂ. ഇവരെല്ലാവരും ഇതുപോലെ കസേരകളിലിരുന്നു. ഞാൻ ഏറ്റവും പുറകെ പോയിരുന്നു. ഒരു വല്യമ്മ, ഒരു 10-60 വയസ്സുള്ള ചട്ടയും കൊണ്ടുപോകണം വസ്ത്രം. ഈ വല്യമ്മയും ഡോറിലൂടെ അങ്ങനെ കയറി വന്നു. എല്ലാ രൂപത്തിലും പോയിട്ട് ഈ വല്യമ്മോട്ട് മുട്ടി. എല്ലാ രൂപത്തിലും കൈ വെച്ചിങ്ങനെ മുട്ടി. ഈ വല്യമ്മ വന്നിട്ട് എല്ലാവരും മുമ്പിൽ കൈ നീട്ടാൻ തുടങ്ങി. ഈ ഏറ്റവും മുമ്പിൽ ഇരിക്കുന്നവരോട് ഏറ്റവും പുറകിലേക്ക് വല്യമ്മ കൈ നീട്ടാൻ തുടങ്ങി. അപ്പൊ നമുക്കറിയാം ഈ കോട്ട് സൂട്ടൊക്കെ ഇട്ട് ഇരിക്കുന്നവർ ചില സമയങ്ങളിലൊക്കെ ഇച്ചിരി ഗൗരവക്കാരായിരിക്കും. അപ്പൊ ഇവരൊന്നും വല്യമ്മയ്ക്കൊന്നും കൊടുക്കുന്നില്ല. പറഞ്ഞാൽ വിശ്വസിച്ചേ പറ്റൂ. ഈ വരും പച്ചത്തേറി വിളിക്കാൻ തുടങ്ങി ഈ പള്ളിയിൽ ഇരുന്നുകൊണ്ട്. എന്നുവെച്ചാൽ ഈ ഇവർക്ക് ഒരുപോലെ കൊടുക്കാതെ കണ്ണടച്ചിരിക്കുന്നവരെ വല്യമ്മ പച്ചയ്ക്ക് തെറി വിളിക്കാൻ തുടങ്ങി പള്ളിയിൽ ഇരുന്നുകൊണ്ട്. അപ്പൊ ആദ്യത്തെ 2-3 പേർക്ക് തെറി കേട്ട് കഴിഞ്ഞപ്പോ കയ്യിൽ നിന്ന് കൊടുത്തു. ബാക്കിയുള്ളവർ എന്ത് ചെയ്തു? തെറി കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 1-2 രൂപയ്ക്ക് ചില്ലറ എടുത്ത് കൊടുക്കാൻ തുടങ്ങി. അപ്പൊ ഏറ്റവും പിറകിലിരുന്ന് എനിക്ക് ഒരു കാര്യം ഉറപ്പായി, ഇത് കറങ്ങി തിരിഞ്ഞ് എൻ്റെ അടുത്ത് വരും. ഞാൻ നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ല. കാരണം രാവിലെ ഇറങ്ങിയ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ ഞാനിവിടെ വന്നിരിക്കും. കാരണം അതിന് കാശ് പോലും ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് പോലെ ഞാൻ ആ ബെഞ്ചിന് തലയും വെച്ച് അവിടെ കിടന്നു. ഇതുപോലത്തെ ബെഞ്ച് മറച്ച്. അപ്പൊ ഞാൻ അവിടെ തലയും വെച്ച് അവിടെ കിടന്നു. വല്യമ്മ കറങ്ങി തിരിഞ്ഞ് എൻ്റെ അടുത്തെത്തി. ഞാൻ തല നോക്കില്ല. വല്യമ്മ ഇങ്ങനെ തോണ്ടി വിളിച്ചു. ആദ്യത്തെ വിളിച്ചു, ഞാൻ തല നോക്കിയില്ല. രണ്ടാമത് വിളിച്ചു, ഞാൻ വീണ്ടും തല നോക്കില്ല. പോട്ടെ എന്ന് കരുതി ഞാൻ തല നോക്കിയില്ല. മൂന്നാമത് വല്യമ്മ എൻ്റെ തോളത്ത് പിടിച്ചിട്ട് ഒരു കുലുക്ക് കുലുക്കി. ആ കുലുക്കിൽ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇനി ഞാൻ തെറിയാക്കാൻ പോകുന്നത് തല പൊക്കിയില്ലെങ്കിലായിരിക്കും. ആ കാര്യം എനിക്ക് ഉറപ്പായിട്ടപ്പോ എനിക്കിതെല്ലാം അനുവദിച്ചാൽ നാളത്തെ മമ്മിയുടെ ആശുപത്രി കാര്യം, ഈ വല്യമ്മ പറയാൻ പോകുന്ന തെറികളെ കുറിച്ചുള്ള ചിന്ത, പിന്നെ ഉണ്ടാകാൻ പോകുന്ന നാണക്കേട്, ഇതും കൂടി വന്നപ്പോ ഞാൻ തല പൊക്കിയപ്പോൾ ഈ വല്യമ്മേന്റെ നേരെ കൈ നീട്ടി. ഈ കൈ നീട്ടിയപ്പോൾ സത്യം പറഞ്ഞാൽ എന്റെ കണ്ണൊക്കെ നിറഞ്ഞ് ഒഴുകി. കാരണം എന്താണെന്ന് വെച്ചാൽ എന്റെ കയ്യിൽ കൊടുക്കാണ്ട് ഒന്നുമില്ല. 5 പൈസ ഇല്ലാതിരിക്കാൻ ഞാൻ ആ വല്യമ്മയോട് കൈ കൂട്ടിയിട്ട് വല്യമ്മേന്റെ കയ്യിൽ ഒന്നുമില്ല. നാളെ എൻ്റെ മമ്മിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കാശ് അന്വേഷിച്ച് നടന്നിട്ട് ഞാനിവിടെ വന്നു. എനിക്കൊന്നും കിട്ടിയിട്ടില്ല. വല്യമ്മയ്ക്ക് ഞാൻ ആരുടെയും കഴിഞ്ഞാൽ വാങ്ങി തരാമെന്ന് പറഞ്ഞു. ഇത്ര പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് ഒഴുകി. ഞാനെപ്പോഴും കൈ കൂട്ടിയിരിക്കും. വല്യമ്മ അപ്പോൾ ഈ നമ്മുടെ മുണ്ടിന്റെ മടിശീലുണ്ടല്ലോ, അതിങ്ങനെ അഴിച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് ഈ തുട്ട് മൊത്തം അവിടെ കിട്ടിയ കാശ് മൊത്തം കൊടുത്ത് എൻ്റെ കയ്യിലേക്ക് ഇട്ടു. എൻ്റെ കൈയിലേക്ക് കൈ പിടിച്ചിട്ട് എൻ്റെ കയ്യിലേക്ക് ഇട്ടു. എൻ്റെ കയ്യിലേക്ക് ഇട്ടിട്ട് വല്യമ്മ പറഞ്ഞു, അതിൽ നിന്ന് ഇങ്ങനെ പെറുക്കി വല്യമ്മ എൻ്റെ കയ്യിൽ നിന്ന് വല്യമ്മ പെറുക്കി. രണ്ട് വല്യമ്മ എന്നോട് പറഞ്ഞ ഒരു മറുപടിയുണ്ട്, മോനെ കാശ് ഇന്ന് വരും, നാളെ പോകും, ഇനി അത് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇതിന് 10 രൂപ ഞാൻ എടുത്തിട്ടുണ്ട്, അതെനിക്ക് ചായ കുടിക്കാണ്, ബാക്കി പൈസ നീ എടുത്തു. ഇത്രയും പറഞ്ഞിട്ട് ആ വല്യമ്മ അവിടെ ഇറങ്ങിപ്പോയി. നമുക്കറിയാം ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് എന്തിനാണെന്ന് അറിയില്ല. ഞാൻ അവിടെ നിന്ന് പോയി ഒരു 2-3 സെക്കൻഡ് ഞാൻ അവിടെ നിന്നു. ഞാൻ കണ്ടു തുറക്കുമ്പോൾ ഈ വല്യമ്മ എൻ്റെ അടുത്തില്ല. പക്ഷെ എൻ്റെ കയ്യിൽ തുട്ടുകൾ എടുത്തുണ്ട്. ഞാൻ പുറത്തിറങ്ങി നോക്കി, വല്യമ്മയെ കണ്ടില്ല. പക്ഷെ ഈ തുട്ട് എൻ്റെ നോക്കും 18 രൂപയുണ്ട് അതിനകത്ത്. 18 രൂപ ഒന്നുമല്ല. പിറ്റേ ദിവസം കീമോ ചെയ്യാൻ കൊണ്ടുപോകണമെങ്കിലോ അല്ലെങ്കിൽ മമ്മിക്ക് മരുന്ന് മേടിക്കണമെങ്കിൽ 18 രൂപയ്ക്ക് ഒന്നും ചെയ്യാനായിട്ടില്ല എനിക്ക്. പക്ഷെ ഈ 18 രൂപയ്ക്ക് പകരം അന്നെനിക്ക് അല്ലെങ്കിൽ ഇന്നെനിക്ക് എത്ര കോടി തരാമെന്ന് പറഞ്ഞാലും അന്നത്തെ 18 രൂപയ്ക്ക് പകരം അതിലൊരിക്കലും. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്, ഈ ഭിക്ഷയെടുക്കുന്നവരുടെ കയ്യിൽ നിന്ന് ഭിക്ഷ വാങ്ങി നമ്മൾ ഭക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവർ, ഒരിക്കലും നമ്മുടെ മാതാപിതാക്കൾ ഇന്ന് അകന്നു പോകില്ല. നമ്മൾ നമ്മുടെ ബന്ധങ്ങളെ മാറ്റി നിർത്തില്ല. പക്ഷെ പലപ്പോഴും നമ്മൾക്ക് അറിയാതെ പോകുമ്പോഴാണ് നമ്മൾ പലപ്പോഴും എല്ലാവരെയും മാറ്റി നിർത്തി കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ എപ്പോഴൊക്കെയാണ് നമ്മൾ വളരുന്നത്, അവിടെയാണ് ഈ സ്നേഹത്തിന്റെ വില നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു ബന്ധവും ഇല്ലാത്ത, കണ്ടാൽ മൈൻഡ് പോലും ചെയ്യേണ്ടാത്ത, ആവശ്യമില്ലാത്ത, വേണം പച്ചയ്ക്ക് തെറി വിളിക്കാമായിരുന്ന എന്റെ മുമ്പിൽ വന്നുകൊണ്ട് ആ വല്യമ്മ എനിക്ക് 18 രൂപ തന്നിട്ട് പോയെങ്കിൽ ഞാനിത് പറയുമ്പോൾ എന്റെ മുൻപിലൂടെ പോകുന്ന ഒത്തിരിയേറെ മുഖങ്ങളുണ്ട്.
എൻ്റെ ബന്ധുക്കളുടെയും എൻ്റെ കൂട്ടുകാരുടെയും ഞാൻ ഒരു പക്ഷെ എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച കുറേയേറെ വ്യക്തികളുടെയും മുഖങ്ങളാണ്. അവരാരും അല്ല എന്നെ സഹായിച്ചത്, ഇതൊരു ആരുമല്ലാത്ത ആരൊക്കെയാണ്. എന്തായാലും ഡോക്ടർമാര് 2 മാസം വിധി പറഞ്ഞ മമ്മി 6 മാസം ജീവിച്ചു. ജൂൺ 29-ാം തീയതിയാണ് മമ്മി മരിക്കുന്നത്. ഈ മമ്മി മരിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ഞാൻ ഇതുപോലെ വീഡിയോയിൽ ഒരുപാട് ഞാൻ ഇവിടെ വാർത്താവിലേക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം, ഇതുപോലെ പള്ളിയിലെ ഏറ്റവും പുറകിൽ ഞാൻ വന്നിരുന്നു. മാനുഷികമായിട്ട് ഒത്തിരിയേറെ മറുപടികൾ ഒരു പക്ഷെ നമുക്ക് ലഭിക്കും. പക്ഷേ ഞാൻ ചോദിച്ച 2 ചോദ്യങ്ങളും എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഞാൻ ഈ ബലിവേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക് വേണ്ടപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു. നമുക്കറിയാം, ഡീക്കനായിരിക്കുമ്പോൾ മുതൽ സാധാരണ നമ്മുടെ എല്ലാ ഡീക്കന്മാരുടെയും മാതാപിതാക്കള് നോമ്പെടുത്ത് പ്രാർത്ഥിക്കും. കാരണം അത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു പുരോഹിതനുണ്ടാകാവുന്ന ഏറ്റവും കൂടുതൽ അപകടങ്ങളും ആപത്തുകളും ആ വ്യക്തിയെ തേടിയെത്തുന്ന സമയം എന്ന് പറയുന്നത് ഡീക്കനായിരിക്കുമ്പോഴാണ്. കാരണം ഈ പൈശാചിക ശക്തി, പിശാച്, അന്ധകാരം ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ശക്തി എന്ന് പറയുന്നത് ഈ പൗരോഹിത്യം. കാരണം ഈ പൗരോഹിത്യം കൊണ്ടാണ് ഈ അന്ധകാര ശക്തികളെ ഉന്മൂലനം ചെയ്യുവാനും ഇല്ലാതാക്കുവാനും ഒരു പുരോഹിതന് സാധിക്കും. അപ്പൊ ഈ പൗരോഹിത്യം സ്വീകരിക്കാതിരിക്കാൻ, ഈ പൗരോഹിത്യത്തിലേക്ക് ഒരു വ്യക്തി നടന്നെടുക്കാതിരിക്കാൻ വേണ്ടി ഈ പൈശാചിക ശക്തി എന്തും ചെയ്യും. അതുകൊണ്ട് ഒരു ഡീക്കനായിരിക്കുന്ന സമയത്താണ് ഒരു വ്യക്തിക്ക്, ഒരു പുരോഹിതാർത്ഥിക്ക് ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയുടെ ആവശ്യമാണ്. അതുകൊണ്ട് ഒരു അപ്പനും അമ്മയും ഏറ്റവും കൂടുതൽ നോമ്പെടുത്ത് പ്രാർത്ഥിക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരു വൈദികാർത്ഥി, ഒരു ഷമാഷനായിരിക്കുന്ന സമയത്ത്, ഡീക്കനായിരിക്കുന്ന സമയത്ത്. അപ്പൊ ഞാൻ അന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനകളുടെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇത് തന്നെയായിരുന്നു. അന്ന് മമ്മിയുടെ ഈ സംസ്കാര ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ഏറ്റവും പുറകിൽ വന്നിരുന്നിട്ട് ഞാൻ ചോദിച്ച 2 ചോദ്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഒന്നാമത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് കർത്താവ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ? നമ്മളെല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. നമ്മുടെ ജീവിതത്തില് അവിചാരിതമായിട്ട്, അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ വേദനകളോ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മളെല്ലാവരും ചോദിക്കുന്ന ചോദ്യം, എന്തുകൊണ്ട് എന്റെ ജീവിതത്തില് എനിക്ക് ഈ വേദനയിലൂടെ കടന്നു പോകേണ്ടി വരുന്നു? എന്തുകൊണ്ട് ഞാനിതിലൂടെ കടന്നു പോകേണ്ടി വരുന്നു? എന്റെ ഈ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ? നീ എന്നെ വിളിച്ചിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തിൽ നിന്റെ പുരോഹിതനാകുവാൻ വേണ്ടി ഞാൻ സെമിനാരിലേക്ക് വന്നില്ലേ? ഞാൻ ആദ്യത്തെ വർഷം നീ എന്റെ പപ്പയെ വിളിച്ചു. തുടർന്നുള്ള വർഷങ്ങൾ എന്നെ അത്രയേറെ സ്വാധീനിച്ച എന്റെ പപ്പയുടെ അപ്പനെയും മമ്മിയുടെ അമ്മയെയും നീ വിളിച്ചു. ഇപ്പൊ എന്റെ മമ്മിയെയും നീ വിളിച്ചു. ഇനി ഞാൻ പൗരോഹിത്യം സ്വീകരിക്കുമ്പോ എന്റെ ശിരസിൽ കൈകൾ വെച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈ അൾത്താരിലേക്ക് എന്നെ കയറ്റിവിടുവാൻ എനിക്ക് ആരാ ഉള്ളത്? നമ്മളെല്ലാം തിരുപ്പണ ശുശ്രൂഷ പങ്കെടുത്തിട്ടുള്ളവരാണ്. ഏറ്റവും മഹത്തായ ഒരു കർമ്മമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഈ പൗരോഹിതാർത്ഥി ഇവിടെ ഇരിക്കുമ്പോൾ ആ ഷമ്മാഷിന്റെ അപ്പനും അമ്മയും ഈ ഷമ്മാഷിന്റെ ശിരസിൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഈ ഷമ്മാഷിന്റെ ബലിവേദിലേക്ക് അയക്കുന്ന ഒരു രംഗമുണ്ട്. ഇവിടെ സ്വന്തം മകനെ ഈ അപ്പനും അമ്മയും ബലിയർപ്പിച്ചതിന് ശേഷമാണ് ഈ മകൻ ബലിവേദിയിൽ കയറി ബലിയർപ്പിക്കുന്നത്. ഇവർ നൽകുന്ന പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലാണ് ഈ പുരോഹിതൻ ഇവിടെ ബലിയർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കർത്താവിനോട് ചോദിച്ചത്, ഇനി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും എന്റെ ശിരസിൽ കൈകൾ വെച്ച് അനുഗ്രഹിച്ച് ഈ ബലിവേദിയിലേക്ക് എന്നെ പറഞ്ഞു വിടുവാനും എന്നെ ആനയിക്കുവാനും ഇനി എനിക്ക് ആരാ ഉള്ളത്? ഈ ചോദ്യങ്ങൾക്ക് യാതൊരു ഉത്തരവും പലപ്പോഴും ലഭിക്കാറില്ല എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യം. ഇന്ന് നോക്കുമ്പോൾ ഒത്തിരിയേറെ ഉത്തരങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇവിടെ വന്ന് ഇങ്ങനെയെല്ലാം പറയാൻ വേണ്ടിയിട്ട്. കാരണം ദൈവം ഓരോരുത്തരെ ഓരോ കാലഘട്ടത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നുണ്ട്. ഓരോ ജീവിത അനുഭവങ്ങളിലൂടെയും നമ്മൾ ഓരോരുത്തരെയും ദൈവം കൊണ്ടുപോകുന്നത് ആർക്കൊക്കെ വേണ്ടി സാക്ഷ്യം കൊടുക്കാൻ വേണ്ടിയിട്ട്, ആർക്കൊക്കെ അനുഭവമായി മാറാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇന്ന് ഞാൻ നിൽക്കുമ്പോൾ ഒത്തിരി അഭിമാനത്തോടുകൂടി ഞാനിത് പറയുന്നുണ്ടെങ്കിൽ, പപ്പയും മമ്മിയും മരിച്ച കാര്യം പോലും ഇത്രയേറെ വേദനാജനകമാണെങ്കിൽ പോലും അതിനെക്കുറിച്ച് എനിക്ക് അഭിമാനിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് മുൻപേ നടന്ന ഒത്തിരിയേറെ വൈദ്യ വിദ്യാർത്ഥികളെ എനിക്കിവിടെ ഓർക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പനും അമ്മയ്ക്കും എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോഴേക്കും തന്റെ വിളി ഉപേക്ഷിച്ച് തിരിച്ചു വീട്ടിലേക്ക് പോകുന്ന ഒത്തിരി പേർ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെയാണ് എന്നോട് നിർത്തിപ്പൊക്കോളാനായിട്ട് എന്റെ സുപ്പീരിയർ പറഞ്ഞപ്പോഴും ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ആ ബലിവേദി മാത്രം ലക്ഷ്യമാക്കി ഞാൻ നിന്നതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവർ, നമ്മൾ തിരിച്ചറിയണം,
നമ്മുടെ വേദനകളിലൂടെയും നമ്മുടെ ബുദ്ധിമുട്ടുകളിലൂടെയും പ്രതിബന്ധങ്ങളിലൂടെയും ഈ കർത്താവ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നുണ്ട് എങ്കിൽ അത് വെറുതെയല്ല. നാളെ നമ്മുടെ കൂടെയുള്ളവർക്കോ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർക്കോ ആർക്കെങ്കിലുമൊക്കെ ഏതെങ്കിലും രീതിയിൽ ഒരു അടയാളമായി സാക്ഷ്യമായി മാറാൻ വേണ്ടിയിട്ടാണ് ഈ കർത്താവ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വെറുതെയല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ വന്ന് നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒന്നും ഈ ദൈവം അറിയാതെ സംഭവിക്കുന്നില്ല. ഒന്നും ഈ ദൈവം അറിയാതെ സംഭവിക്കുന്നില്ല. ഈ ദൈവമാണ് നമ്മൾ ഇവിടെ വഴി നടത്തിയത്. ഈ ബുദ്ധിമുട്ടുകളിലൂടെയും പ്രതിബന്ധങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകണമെന്ന് ഈ ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിന് മറികടക്കാനുള്ള കരുത്തും ഈ ദൈവം നമുക്ക് തരും. ഈ ദൈവം നമുക്ക് തരും. അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ നോക്കിയാൽ മതി. കാരണം അങ്ങനെ മറികടന്ന് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഒറ്റ കാര്യമുള്ളൂ, ഈ ദൈവത്തിലുള്ള ഒരൊറ്റ വിശ്വാസം, ഈ ദൈവം എനിക്ക് നൽകിയ ഒരൊറ്റ ബോധ്യം, ഈ ദൈവം എനിക്ക് നൽകിയ ഒരൊറ്റ ഉറപ്പ്. ആ ഒരൊറ്റ വാക്കിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ വസ്ത്രങ്ങളാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ആ ഒരു ഉറപ്പ് മാത്രമേ എനിക്ക് ഇവിടെ തരാനുള്ളൂ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവം നമ്മളെ വഴി നടത്തുന്നുണ്ടെങ്കിൽ ആ ദൈവത്തിന് നമ്മളെ കുറിച്ച് പദ്ധതി ഉണ്ടെന്നുള്ള കാര്യം, ആ ദൈവം നമ്മളെ മനസ്സിലാക്കുന്നുണ്ടെന്നുള്ള കാര്യം തീർച്ചയായും നമ്മൾ തിരിച്ചറിയണം. ഈ കർത്താവ് കുരിശിൽ കയറി നഗ്നനായി നാണം കെട്ട് ഉൾത്തുണിക്ക് മറുതുണിയില്ലാതെ മരിച്ചത് വെറുതെയല്ല. അത് എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെടാൻ വേണ്ടിയിട്ട്. ഇന്നും ഈ ദൈവം ഈ ബലിവേദിയിലേക്ക് എഴുന്നള്ളി വരുന്നുണ്ടെങ്കിൽ അതൊരു ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. അത് ദൈവത്തിന് നമ്മൾ അത്രയേറെ സ്നേഹമായതുകൊണ്ടാണ്, അത്ര ഇഷ്ടമുള്ളത് കൊണ്ടാണ്. ഇത് തിരിച്ചറിഞ്ഞ് ഞാൻ ഈ ദൈവത്തെയും സ്വീകരിച്ച് ഈ ദേവാലയത്തിന് പുറത്തു പോയാൽ മാത്രമാണ് ഈ ദൈവത്തിന്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ കഴിയും. ആ ദൈവത്തിലേക്ക് മാത്രമാണ് നമ്മൾ ചുരുക്കേണ്ടത്, നമ്മുടെ ബന്ധങ്ങളിലേക്ക്. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും ആദ്യം ചോദിച്ചത്, അപ്പനും അമ്മയ്ക്കും വേണ്ടി മരിക്കുന്ന എത്ര കുട്ടികൾ നമ്മുടെ കുടുംബത്തിലുണ്ട്? മക്കൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായിട്ടുള്ള മാതാപിതാക്കളുണ്ട്, അതെനിക്കറിയാം. അതൊരു പക്ഷെ മക്കൾക്കും അറിയാം. പക്ഷെ നമ്മൾ എത്ര പേര് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, അപ്പനും അമ്മയ്ക്കും വേണ്ടി നമ്മൾ എത്ര പേര് മരിക്കാൻ തയ്യാറുണ്ട്? സ്വന്തം അപ്പനെയും അമ്മയും സ്നേഹത്തോടുകൂടി നോക്കുന്ന, സംസാരിക്കാൻ തയ്യാറാകുന്ന എത്ര പേരുണ്ട്? കുടുംബത്തിലിരുന്ന് സ്വന്തമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അത്രയേറെ വിശ്വസ്തയോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി തുറന്ന് സംസാരിക്കുന്ന എത്ര മക്കൾ നമ്മുടെ ഭവനത്തിലുണ്ട്? നമ്മൾ ചിന്തിക്കണമല്ലോ. ഇത് ഞാനിപ്പോ നിങ്ങളോട് പറയുന്നത് വെറുതെ പറയുന്നതല്ല. ഈ പാണത്തൂർ ഇടവകയുടെ കൃത്യമായിട്ടുള്ള കാര്യം അറിഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മുടെ അപ്പനോടും അമ്മയോടും ഒക്കെ തുറന്ന് സംസാരിക്കുന്ന എത്ര മക്കൾ നമ്മുടെ കുടുംബത്തിലുണ്ട്? കുറവാണ്. അതൊന്നുകിൽ ഇവർക്ക് നമ്മുടെ സ്നേഹം തിരിച്ചറിഞ്ഞിട്ടില്ല, അതല്ലെങ്കിൽ ഇവർ നമ്മുടെ സ്നേഹത്തിന് നേരെ കണ്ണടയ്ക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, സ്നേഹിക്കുക എന്ന് പറഞ്ഞ ക്രിസ്തു നമ്മളോട് പറയുന്ന വലിയൊരു കൽപ്പനയാണ്. അതിന് ഉറപ്പായിട്ട് നമ്മൾ കണ്ണീർ ഒഴുക്കേണ്ടി വരും, നമ്മുടെ ജീവൻ കൊടുക്കേണ്ടി വരും. അത് നമ്മുടെ വിധി. പക്ഷേ ഈ സ്നേഹം തിരിച്ചറിയുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഏറ്റവും കുറഞ്ഞത് എന്റെ അപ്പനും അമ്മ ഇങ്ങനെയാണ് അധ്വാനിക്കുന്നത് നമുക്ക് വേണ്ടിയാണുള്ള ബോധ്യം നമുക്ക് വേണം. എന്റെ അപ്പനും അമ്മയും ഇന്ന് വയ്യാതെ കിടപ്പുണ്ടെങ്കിൽ ഇവർ ആയ കാലത്ത് അധ്വാനിച്ചത് കൊണ്ടാണ് ഇവർക്ക് വയ്യാതിരിക്കുന്നതോടെ ചിന്തിക്കാനുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു വിവേകം നമുക്ക് വേണം. ഈ അപ്പനെയും അമ്മയും നോക്കാനുള്ള ഒരു കരുണ നമുക്ക് വേണം. ഒരു കാരണവശാലും ഈ അപ്പനും അമ്മയ്ക്കും പകരമാകരുത് മറ്റേതൊരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ. ഈ മക്കൾക്ക് പകരമാകരുത് മറ്റൊരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ. എന്റെ ജീവിത പങ്കാളിക്ക് പകരം മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരരുത്. ക്രിസ്തു ചോദിക്കുന്ന ചോദ്യത്തിന് ഒത്തിരിയേറെ അർത്ഥങ്ങളുണ്ട്. ശിമോൻ പത്രോസിന് ഇവരെക്കാൾ അധികമായി സ്നേഹിക്കുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ജീവിത പങ്കാളിയെ മറ്റാരെക്കാളും കൂടുതലായി ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്ന ചോദ്യം അവിടെയുണ്ട്. എന്റെ അപ്പനെയും അമ്മയെയും മറ്റാരേക്കാൾ കൂടുതലായി ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്ന ചോദ്യം അവിടെയുണ്ട്. എന്റെ മക്കളെ മറ്റാരേക്കാൾ അധികമായി ഞാൻ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം അവിടെയുണ്ട്. എന്റെ സഹോദരങ്ങളെ മറ്റാരേക്കാൾ അധികമായി ഞാൻ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം അവിടെയുണ്ട്. ഉത്തരം പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഉത്തരം പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ആ
നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടത്. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയാൽ മാത്രമാണ് ഈ കർത്താവിന്റെ മരണത്തിന്റെ മൂല്യം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുകയുള്ളൂ. നമ്മൾ ജീവിതത്തിൽ കടന്നു പോകുന്ന ബുദ്ധിമുട്ടുകൾ എന്തുകൊണ്ടാണെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുകയുള്ളൂ. കുരിശിന്റെ ആഗ്രഹം നമുക്കറിയാം അല്ലെ? നെടുകയും കുറുകയും നമ്മൾ ഓരോ കമ്പുകൾ വെച്ച് കഴിഞ്ഞാൽ അത് കുരിശാണ്. കുരിശുകൾ സാധാരണ ഒരു ഇഷ്ടമുള്ളവരാണോ നമ്മൾ? ആണോ? അല്ല. കുരിശുകൾ സാധാരണ നമുക്ക് ഇഷ്ടമല്ല. കുരിശുകൾ എന്ന് വെച്ചാൽ എന്താ? എന്റെ ആഗ്രഹത്തിന് വിപരീതമായി, എന്റെ ഇഷ്ടങ്ങൾക്ക് വിപരീതമായി എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുരിശുകളാണ്. അത് ഏറ്റെടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം അതെന്റെ ഇഷ്ടമല്ല, അത് ഞാൻ ആഗ്രഹിക്കുന്നതല്ല, അതെനിക്ക് താല്പര്യമില്ല. പക്ഷെ ഈ കുരിശെടുത്തുകൊണ്ട് ഈ കർത്താവിന് പിന്നാലെ വരുവാനാണ് കർത്താവിനോട് പറയുന്നത്. ഞാൻ തിരഞ്ഞെടുത്ത ഒരു ഇടവക ജനമല്ലത്. ഒരുപക്ഷെ ഞാൻ തിരഞ്ഞെടുത്ത ഒരു ഇടവക ജനമായിരുന്നെങ്കിൽ അത് ഏറ്റവും സ്നേഹമുള്ളവരും 100% സത്യസന്ധരും 100% എന്നോട് കൂടെ നിൽക്കുന്നവരുമാകുമായിരുന്നു. ഞാൻ തിരഞ്ഞെടുത്ത എന്റെ മക്കളല്ലത്. ഞാൻ തിരഞ്ഞെടുത്ത മക്കളായിരുന്നെങ്കിൽ അവർ എല്ലായ്പ്പോഴും എന്റെ കൂടെ ഉണ്ടാകുമായിരുന്നു. ഞാൻ തിരഞ്ഞെടുത്ത എന്റെ മാതാപിതാക്കളല്ലത്. കാരണം അവരെല്ലായ്പ്പോഴും എന്റെ കൂടെ ഉണ്ടാകുമായിരുന്നു. ഞാൻ തിരഞ്ഞെടുത്തതായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല ജോലിയുള്ള, കുറച്ചുകൂടി സാമ്പത്തിക ഭദ്രതയുള്ള ഒരു കുടുംബത്തിൽ ഒരുപക്ഷെ ഞാൻ ഒന്ന് ജനിക്കുമായിരുന്നു. പക്ഷെ പ്രിയപ്പെട്ടവർ, ഇതൊന്നും നമ്മൾ തിരഞ്ഞെടുത്തതല്ല, ഇതെല്ലാം നമുക്ക് നൽകപ്പെട്ടതാണ്. അപ്പൊ ഈ നൽകപ്പെട്ടതിനെ ഞാൻ എപ്രകാരമാണ് സ്വീകരിക്കുന്നത് എന്നുള്ള ചോദ്യം ഈ കർത്താവ് എനിക്ക് മുമ്പിൽ വയ്ക്കുന്നുണ്ട്. അതിനകത്ത് എനിക്ക് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ, അതിനകത്ത് എനിക്ക് പ്രതിബന്ധങ്ങളുണ്ടെങ്കിൽ, എനിക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ കുരിശെടുത്തുകൊണ്ട് ഈ കർത്താവിന് പിന്നാലെ വരുവാനാണ് ഈ ദൈവം നമ്മളോട് പറയുന്നത്. അല്ലാതെ വെറും ഒരു മരക്കുരിശെടുത്തുകൊണ്ട് പിന്നാലെ പോകാനല്ല. എന്റെ ജീവിതത്തില് എനിക്കെതിരെ നിൽക്കുന്നവരുണ്ടാകും, എനിക്ക് ഇഷ്ടമില്ലാത്തവരുണ്ടാകും, എന്നെ മാറ്റി നിർത്തുന്നവരുണ്ടാകും, എന്നെ ഒറ്റിക്കൊടുക്കുന്നവരുണ്ടാകും. അതെനിക്ക് കുരിശാണെങ്കിൽ ആ കുരിശെടുത്തുകൊണ്ട് ഈ കർത്താവിന് പിന്നാലെ ഞാൻ പോകണം. അത് സാഹചര്യങ്ങളായിരിക്കാം, ബന്ധങ്ങളായിരിക്കാം, വ്യക്തികളായിരിക്കാം. അതെനിക്ക് കുരിശാണ്. ഇവിടെ കർത്താവ് പറയുന്നത് ഈ കുരിശും എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ പോകണം. കാരണം ഞാൻ ഇതുവരെയും വഹിച്ച കുരിശുകള് നിങ്ങൾ വഹിക്കുന്ന ഈ കുരിശിന്റെ അപ്പുറം ഇല്ല. നിങ്ങളുടെ കുരിശുകൾ നിങ്ങൾ എനിക്കതായും വീണ്ടും വീണ്ടും ഈ കർത്താവ് പറയുന്നത് അതുകൊണ്ടാണ്. കർത്താവിനെ അറിയാം നമുക്ക് കുരിശുകളുണ്ട്, വഹിക്കാൻ ഇഷ്ടമില്ലാത്ത ഒത്തിരിയേറെ കുരിശുകൾ. ഈ കുരിശുകളാണ് നമ്മുടെ പ്രിയമുള്ളവരെ ഈ കർത്താവിലേക്ക് ചേർക്കേണ്ടത്. ഈ വേദനകളും നൊമ്പരങ്ങളുമാണ് നമ്മളെ കർത്താവിലേക്ക് ചേർക്കേണ്ടത്. വേദനകളും നൊമ്പരങ്ങളും വരുമ്പോൾ മാത്രമേ നമ്മൾ ഈ കർത്താവിനോട് ചേർന്നിരിക്കാറുള്ളൂ. സന്തോഷം ഉണ്ടാകും. നമ്മൾ എത്ര പേര് ഈ കർത്താവിന്റെ സാന്നിധ്യം കൊടുക്കാറുണ്ട്? ഇല്ല. പക്ഷെ വേദന വരുമ്പോഴും ആദ്യം വിളിച്ച് കുറ്റം പറയുന്നത് കർത്താവിനെ ആയിരിക്കും. കർത്താവേ, എന്തേ നീ ഇല്ലേ? എവിടെയെന്നും നീ എന്റെ ജീവനോടെ ഇല്ലേ? എന്നെ രക്ഷിക്കാൻ നിനക്ക് സാധിക്കുന്നില്ലേ? എന്റെ പ്രാർത്ഥനകൾ നിനക്ക് സാധിക്കുന്നില്ല. ആദ്യത്തെ ചോദ്യം കർത്താവിനോടായിരിക്കും. ഏറ്റവും കൂടുതൽ ഞാൻ ചോദിക്കട്ടെ, ഈസ്റ്റർ നാളത്തെ ഈസ്റ്റർ അല്ലെ? കുർബാനയ്ക്ക് വരും. കുർബാനയ്ക്ക് വന്നു കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോ വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം ഉണ്ടാവും അല്ലെ? ആ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളെല്ലാം കർത്താവിനെ ഓർക്കും. ചിന്തിച്ചു മതി. ആ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളെല്ലാം കർത്താവിനെ ഓർക്കുമോ? ഇല്ല, ഓർക്കൂല. പക്ഷെ നമ്മളിവിടെ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും നമ്മൾ ഒരുക്കി വെച്ച ആ ഭക്ഷണം പൂച്ച തട്ടി താഴെ ഇട്ടു. അന്നേരം നമ്മൾ കർത്താവ് ഒരുമാതിരി പരിപാടിയെ തുടങ്ങി. ഉറപ്പാണ്. ഇതാണ് നമ്മുടെ മാനുഷികമാണ് നമ്മുടെ ആ ഒരു സ്വഭാവം. ഇതാണ്. അതുകൊണ്ടാണ് കർത്താവ് കുരിശു എടുത്തുകൊണ്ട് പിന്നാലെ. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞാൽ നിർത്തുന്നത്, നമുക്കറിയാം, നമുക്ക് ഈ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് പലപ്പോഴും സാധിക്കാതെ പോകുന്നത് ഇത്തരം വേദനകൾ വരുമ്പോഴും അല്ലെ? ഈ വേദനകളും ബുദ്ധിമുട്ടുകളും ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞു കുരിശുകൾ എന്ന് പറയുന്നത്. കാരണം എനിക്കിഷ്ടമല്ലത്. ഈ വേദനകളെയും ബുദ്ധിമുട്ടുകൾ നമുക്ക് വേണമെന്നില്ലാത്ത ഒരു മുൾച്ചെടിയായിട്ട് നമുക്ക് സങ്കല്പിക്കാം. മുൾച്ചെടിയാണ്, അതും നമുക്ക് താല്പര്യമില്ല. ബൈബിളിൽ ഏറ്റവും ആദ്യം മുൾച്ചെടികൾ കാണുന്നത് എവിടെയാണ്? ഏറ്റവും ആദ്യം മുൾച്ചെടി കാണുന്നത് എവിടെയാണ്? ഓർക്കുന്നുണ്ടോ? ഏത് പുസ്തകത്തില്? ഉൽപ്പത്തി പുസ്തകത്തില് എത്ര അധ്യായമാണെന്ന് ഓർമ്മയുണ്ടോ? അതിലേക്ക് വേണ്ട ഒരു 3-ാം അധ്യായമൊക്കെ ആയിട്ട് അല്ലെ? 2-ാം അധ്യായത്തിന്റെ അവസാനം 3-ാം അധ്യായമൊക്കെ ആയിട്ടാണ് നമ്മൾ
മുൾച്ചെടികൾ. മുൾച്ചെടി എന്താണ് അവിടെ? മുൾച്ചെടി എന്താ? ഈ ആദ്യമാതാപിതാക്കൾ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു കഴിയുമ്പോ ദൈവം വന്ന് ഇവരെ വിളിക്കുന്നുണ്ട്, അല്ലെ? ദൈവം വൈകുന്നേരം നടക്കാൻ ഇറങ്ങുമ്പോൾ ഇവരെ കാണുന്നില്ല. ദൈവം ഇവരെ വിളിക്കും. ആദം ഹവ്വ നീ എവിടെയാ? ഇവരെ വിളിച്ചതും കാര്യം ചോദിക്കും, കാര്യങ്ങളൊക്കെ പറയുമ്പോ കർത്താവ് ഇവരോട് പറയുന്ന കാര്യമാണ്, ഇന്നു മുതൽ ഈ ഭൂമി നിനക്കെതിരെ മുള്ളും മുൾച്ചെടികളും പുറപ്പെടുവിക്കും. ഇന്നു മുതൽ ഈ ഭൂമി നിനക്കെതിരെ മുള്ളും മുൾച്ചെടികളും പുറപ്പെടുവിക്കും. നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് നീ കാലയാപനം ചെയ്യും. മനുഷ്യൻ ചെയ്ത പാപത്തിന്റെ ഫലമായിട്ടാണ് പഴയ നിയമ ചരിത്രത്തിൽ ഏറ്റവും ആദ്യമേ തന്നെ ഈ ഭൂമിയിൽ മുള്ളും മുൾച്ചെടിയും വന്നത്. മനുഷ്യന്റെ പാപത്തിന്റെ ഫലമായിട്ട്. അത് തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഒരു പരിധി വരെയും നമ്മുടെ പല ധ്യാന കേന്ദ്രങ്ങളിലും നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നതും നമ്മൾ ചെയ്ത പാപത്തിന്റെ ഫലമായിട്ടാണ് നമ്മുടെ കുടുംബത്തിൽ പ്രശ്നമുണ്ടാവുന്നത്, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാവുന്നത്, നമ്മുടെ കുടുംബങ്ങളിലെല്ലാം ബുദ്ധിമുട്ടുണ്ടാവുന്നത് ആരോഗ്യത്തിന്റെ പാപത്തിന് ഫലം അല്ല. അതങ്ങനെയല്ല. കാരണം ക്രിസ്തു വളരെ വ്യക്തമായി ക്രിസ്തു പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. ക്രിസ്തുവിനോട് ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, ഇവൻ അന്ധനായി മാറിയത് ഇവന്റെ പാപനിമിത്തമാണോ അതോ ഇവന്റെ മാതാപിതാക്കന്മാരുടെ പാപനിമിത്തമാണോ? ക്രിസ്തുവിന്റെ മറുപടി ഇവന്റെ മാതാപിതാക്കന്മാരുടെ പാപനിമിത്തമല്ല, മറിച്ച് ദൈവത്തിന്റെ ശക്തി ഇവനിൽ പ്രകടമാകേണ്ടതിന് വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, പഴയ നിയമ ചരിത്രം അനുസരിച്ച് ഈ മനുഷ്യന്റെ പാപനിമിത്തമാണ് ഈ ഭൂമിയിൽ മനുഷ്യന് ശാപമായിട്ടാണ് മുള്ളും മുൾച്ചെടിയും വന്നതെങ്കിൽ ഈ മുള്ളും മുൾച്ചെടിയും മനുഷ്യന് ഏറ്റവും ഒരു അനുഗ്രഹമായി തീരുന്ന ഒരു അവസരം കൂടി, ഒരു സാഹചര്യം കൂടി പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പുറപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായം 18 മുതലുള്ള വചനഭാഗത്ത് അവിടെ മോശ തന്റെ അമ്മായപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോ മലമുകളിലെ മോശ ഒരു കാര്യം ദർശിക്കുന്നു. എന്താണ്? മുൾപ്പടർപ്പ് കത്തി എരിയുന്നുണ്ട്. പക്ഷെ കത്തി ചാമ്പലാവുന്നില്ല, കത്തി എരിയുന്നുണ്ട്. ഈ മുൾപ്പടർപ്പിലേക്ക് ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി മോശ വരുമ്പോഴാണ് ദൈവം മോശയെ വിളിക്കുന്നത്, മോശെ മോശെ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട ഒരു കാലഘട്ടത്തിൽ എനിക്കും നിങ്ങൾക്കും ശാപമാണ് നമ്മൾ വിചാരിച്ചിരുന്ന അതേ മുൾച്ചെടിയിലാണ് മോശ ദൈവത്തിന്റെ സാന്നിധ്യം ദർശിക്കുന്നത്. ഇവിടെയാണ് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം. നമ്മൾ നമ്മുടെ ശാപമാണെന്ന് വിചാരിക്കുന്ന, ബുദ്ധിമുട്ടുകളാണെന്ന് വിചാരിക്കുന്ന ഈ വേദനകളിലും ഈ ബുദ്ധിമുട്ടുകളിലും ഈ അവസ്ഥകളിലും ഈ പ്രതിബന്ധങ്ങളിലുമാണ് ഈ കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് ദർശിക്കാൻ സാധിക്കുക. മറ്റെവിടെയുമില്ല. ഈ ദൈവത്തിന്റെ സാന്നിധ്യം ഏറ്റവും അധികം ദർശിക്കാൻ സാധിക്കുന്നത് ഈ അവസരങ്ങളിലാണ്. ഇതാണ് ഞാൻ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം. എൻ്റെ ബുദ്ധിമുട്ടുകളും എൻ്റെ ബന്ധങ്ങളും എൻ്റെ പ്രതിബന്ധങ്ങളും എൻ്റെ പോരായ്മകളും ദൈവം എനിക്ക് നൽകുന്നത് എനിക്ക് ശിക്ഷയായിട്ടല്ല. ഈ സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ സാന്നിധ്യവും നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്, അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളോരെ ഓരോ ദുഃഖവെള്ളിയും തീർച്ചയായും നമ്മൾ ഓരോരുത്തരും അനുസ്മരിപ്പിക്കുന്ന ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് ഈ കർത്താവിൻ്റെ കുരിശുമരണം തന്നെയാണ്. പക്ഷേ ആ കുരിശുമരണം നമ്മൾ ഓർമ്മിപ്പിക്കേണ്ട കാര്യം ഈ ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹത്തെ, നമ്മൾ നമ്മുടെ കുടുംബത്തെ സ്നേഹിക്കുന്ന രീതിയാണ്. ഈ കർത്താവ് ഈ കുരിശിൽ കയറി മരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പനും അമ്മയും സഹോദരങ്ങളും നമുക്ക് വേണ്ടി കുരിശിൽ കയറി ഒരു കാലഘട്ടത്തിൽ മരിച്ചവരാണ്, മരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം, ഇത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഇവിടെ ഉള്ള കാലത്തോളം ഇതെന്റെ കുടുംബമാണ്. ആ ഒരു കുടുംബത്തിന്റെ ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് തെറ്റ് കണ്ടാൽ അത് തിരുത്തി കൊടുക്കുവാനും സ്നേഹത്തോടുകൂടി ചേർത്ത് പിടിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ആ സ്നേഹത്തോട് ചേർത്ത് പിടിക്കലാണ് നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ കുടുംബത്തിനും ഇന്ന് ഏറ്റവും അധികം വേണ്ടത്. നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് ഏതെങ്കിലും രീതിയിൽ അസ്വസ്ഥതകളുണ്ടെങ്കിൽ, ഏതെങ്കിലും രീതിയിൽ നമ്മൾ നകർന്നു പോകുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ഈ സ്നേഹത്തിന്റെ തോത് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. ആ ചോദ്യം നമ്മുടെ ഉള്ളിൽ വേണം. ഞാൻ ഈ കുട്ടികളെ സ്നേഹിക്കുമ്പോഴും ഞാനിവിടെ കാര്യങ്ങൾ പറയുമ്പോഴും എൻ്റെ അളവുകൾ എന്ന് പറയുന്നത് ഈ സ്നേഹത്തിന്റെ അളവുകൾ മാത്രമാണ്. അത് നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുമോ, നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുമോ, ഞാനിവിടെ ചിന്തിക്കാറില്ല. എനിക്ക് വേണ്ടത് ഇവിടെ ഭംഗിയായി പോകുന്ന ഒരു ഇടവക ജനം ഇവിടെ ഉണ്ടാകും.
പരസ്പരം മനസ്സിലാക്കുന്ന ഒരു കുടുംബങ്ങളിലൂടെ ഉണ്ടാകണം, പരസ്പരം വിലമതിക്കുന്ന സഹോദരങ്ങളിലൂടെ ഉണ്ടാകണം. ഏറ്റവും കൂടുതൽ നമ്മുടെ കുട്ടികൾ ഈ വിശ്വാസത്തിൽ നിന്ന് വഴിതെറ്റിപ്പോകാതെ ഇവിടെ ഇതിനെ ചേർന്നിരിക്കണം. ഈ ചിന്തകൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ പലപ്പോഴും ഇവിടെ സംസാരിക്കുക. ഇതേ ശൈലിയാണ് നിങ്ങൾക്ക് നമ്മുടെ കുടുംബങ്ങളിൽ വേണ്ടത്. പ്രേമോടെ ഈ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന മാർഗം സ്നേഹത്തിൻ്റെതാണെങ്കിൽ ഇവിടെ നമുക്ക് ആർക്കും പരസ്പരം വെറുക്കാനായിട്ടുള്ള ഒരു സാഹചര്യമില്ല. അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അത് അവിടെ വെച്ച് തീരും. അതുകൊണ്ട് ഇന്നു മുതൽ കഴിഞ്ഞ വർഷം വരെയുള്ള ദുഃഖവെള്ളി എങ്ങനെയായിരുന്നു എന്നോട് അവിടെ നിൽക്കട്ടെ. ഇന്നു മുതലുള്ള നമ്മുടെ ദുഃഖവെള്ളികൾ നമ്മളെ വീണ്ടും വീണ്ടും ഈ ചോദ്യം നമ്മൾ ഓർമ്മിപ്പിക്കുന്നതായിരിക്കണം. എത്രത്തോളം ഞാൻ എൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ട്, എത്രത്തോളം ഞാൻ മാതാപിതാക്കളെ സ്നേഹിക്കുന്നുണ്ട്, എത്രത്തോളം ഞാൻ എൻ്റെ സഹോദരങ്ങളെയും എൻ്റെ മക്കളെയും ഞാൻ സ്നേഹിക്കുന്നുണ്ട്. ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തി അതെനിക്ക് ദുഃഖവെള്ളിയായി മാറണം. അവർക്ക് വേണ്ടി ഞാൻ മരിക്കുന്ന, അവർക്ക് വേണ്ടി ഞാൻ ജീവൻ കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ ഉയരുമ്പോഴാണ് ഇതൊരു ദുഃഖവെള്ളിയായി മാറുന്നത്. അവിടെയാണ് ഞാൻ ഇവർക്ക് സാക്ഷ്യമായി മാറുന്നത്. ആ ഒരു സാക്ഷ്യത്തിലേക്ക് നമ്മൾ വളരുന്നുണ്ടോ എന്നൊരു ചോദ്യം തീർച്ചയായും നമ്മളോട് ഉണ്ടായിരിക്കട്ടെ. അതനുസരിച്ച് നമുക്ക് നമ്മുടെ ബന്ധങ്ങളെ ദൃഢപ്പെടുത്താം. ആ ബന്ധങ്ങൾക്ക് തീർച്ചയായും നമുക്ക് വില കൊടുക്കാം. തീർച്ചയായും നമ്മൾ ഒരു പക്ഷെ മാറ്റി നിർത്തിയിരിക്കുന്ന ചിലപ്പോൾ സമയങ്ങളെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഒത്തിരിയേറെ ബന്ധങ്ങളുണ്ടാകും. ആ ബന്ധങ്ങളെ കുറച്ചുകൂടി ഭംഗിയായി ചേർത്ത് പിടിക്കുവാനും ആ ബന്ധങ്ങൾക്ക് നല്ല വില കൊടുക്കുവാനും ഈ കർത്താവ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം കർത്താവിന്റെ ചോദ്യം ഈ കുരിശിൽ കിടന്ന് മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നതിന് ശേഷമായിരുന്നു കർത്താവിന്റെ ചോദ്യം, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇത്രയേറെ കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളാണ് സ്വയം ചോദിക്കേണ്ടത്, എൻ്റെ അപ്പനെയും അമ്മയെയും ഞാൻ സ്നേഹിക്കുന്നുണ്ടോ? എൻ്റെ മക്കളെ ഞാൻ സ്നേഹിക്കുന്നുണ്ടോ? എൻ്റെ ജീവിത പങ്കാളിയെ ഞാൻ സ്നേഹിക്കുന്നുണ്ടോ? എൻ്റെ ഈ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നുണ്ടോ? എൻ്റെ വിശ്വാസത്തിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ടോ? അതോ ഈ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ ദൈവത്തെ വിട്ടു പോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി മരിച്ച മറ്റൊരു ദൈവിക സങ്കല്പവും ഈ ലോകത്തിലില്ല. മനുഷ്യന് വേണ്ടി മരിച്ച ഒരു ദൈവിക സങ്കല്പവും ഈ ലോകത്തിലില്ല. ആ കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ്, മനസ്സിലാക്കുമ്പോഴാണ് ഈ ദൈവത്തിന്റെ മാഹാത്മ്യം നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുക. അതുകൊണ്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പീഠാനുഭവങ്ങളിലൂടെ ദുഃഖവെള്ളിയുടെ ഈ ചൈതന്യം തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് ജീവിക്കുവാനും ഈ ദുഃഖവെള്ളിക്ക് അനുസൃതമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രതിബന്ധങ്ങളും വേദനകളും അത് അനുഭവിക്കുവാനും ആ സന്തോഷത്തോടുകൂടി തന്നെ അത് സ്വീകരിച്ചുകൊണ്ട് ഈ ദൈവത്തെ പോലെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതങ്ങൾക്ക് വേണ്ടി അതെല്ലാം സ്വീകരിക്കുവാനും അംഗീകരിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കും.